ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സീക്രട്ട് പ്ലേസിലേക്കാണ് കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രംകാരാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കാൻ വകയുള്ള ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറയാലോ, നട്ടുച്ച നേരത്ത് വീട്ടിലിരുന്ന് ഉരുകി മരിക്കാറായി പിള്ളേർക്കൊക്കെ വെക്കേഷനും കൂടി ആയിരിക്കുമ്പോൾ മനസ്സിലൊരു തോന്നൽ എങ്ങോട്ടേക്കെങ്കിലും വിട്ടാലോ എന്ന്. യാതൊരു ഐഡിയയും ഇല്ലാണ്ട് ഇറങ്ങി തിരിച്ചൊരു യാത്രയാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളായിട്ട് ഞാൻ വിചാരിക്കണതാണ് നമ്മുടെ അടുത്ത കിടക്കുന്ന പൊന്മുടി ഒന്ന് കാണാൻ പോയാലോ എന്ന്. എങ്കിൽ കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട് ഈ നട്ടപ്പുറ വെയിലത്തൊക്കെ പോകണമെന്ന്. ലൈഫിൽ നമ്മൾ ഒരു വട്ടമെങ്കിലും പോയി കാണേണ്ടതായിട്ടുള്ള ഒരു എവർഗ്രീൻ പ്ലേസ്, അത് നമ്മുടെ അടുത്ത കിടക്കുന്ന നമ്മുടെ എക്സ്പെക്റ്റേഷനെയൊക്കെ എല്ലാം ദി ബിയോണ്ട് എന്നൊക്കെ പറയണ പോലെ തോന്നിക്കുന്ന ഒരു അടിപൊളി പ്ലേസാണ് ഗൈസ്. എന്തിനു പറയണം, എൻ്റെ ചിന്തകളെയൊക്കെ എല്ലാം തകിടം മറിച്ച് ഈ കാണുന്ന മഴ തന്നെ അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ്. പോകണമെന്നൊക്കെ കരുതിയിരുന്നെങ്കിലും മനസ്സിൽ അങ്ങനെ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെയിലത്തൊക്കെ പോയിട്ട് മലയിലൊക്കെ എന്തെടുക്കാനാണെന്ന് കരുതിയ എന്നെ ഞെട്ടിച്ച, എൻ്റെ വിഷ് ലിസ്റ്റിൽ തന്നെ ടോപ്പിൽ ഇടം പിടിച്ച ദ ടോപ്പ് സ്റ്റേഷൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര എക്സൈറ്റ്മെൻറ്റും അതിലേറെ ഭംഗിയുള്ള കാഴ്ചയും ഞങ്ങളെ ഇത്തിരി പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഹെയർ പിൻ റോഡും, മൊത്തത്തിലൊരു മൂഡ് ചേഞ്ച്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചപ്പോഴുണ്ടല്ല, ഭയങ്കര ഒരു സൂര്യന് ഒരു കുമ്മിടിറ്റി എന്നാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ഈ കാണുന്ന സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ കുട്ടികൾക്ക് 20ഉം അഡൾട്ട്സിനൊക്കെ 40ഉം, അതുപോലെ തന്നെ ബൈക്കിനാണെങ്കിൽ 20ഉം കാറിനൊക്കെ 40ഉം വെച്ചിട്ടാണ് ഫീസ് ചാർജ്. അതുകൂടാതെ ആ പാസ് നമ്മൾ കയ്യിൽ കരുതണം, കാരണം മുന്നോട്ട് പോകുമ്പോൾ ഒരു മെയിൻ ഗേറ്റ് ഉണ്ടാവും, അവിടെ അത് കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളിപ്പം എടുക്കാണ്ടാണ് വരുന്നതെങ്കിൽ ഇത്രയും ദൂരം നമുക്ക് തിരികെ പോകേണ്ടി വരും. മീൽസിനൊക്കെ ആയിട്ട് പോകുന്ന വഴിക്ക് കുഞ്ഞു കുഞ്ഞു ഹട്ട് പോലുള്ള ടീ ഷോപ്പും അങ്ങനെ സ്നാക്കായിട്ടൊക്കെ ഉള്ള രീതിക്കുള്ള മിനിമൽ ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇടയ്ക്ക് വെച്ച് 1-2 റെസ്റ്റോറൻറ്റ് പോലെ കണ്ടു. അവിടെ നമുക്ക് മീൽസ് എടുക്കാവുന്നതായിരിക്കും. ബട്ട് എന്നിരുന്നാലും നമ്മൾ കയ്യിൽ കരുതുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് നമുക്ക് കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാവുന്നതായിരിക്കും, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ നിയറായിട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ചയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ചെറിയ രീതിക്കുള്ള ഇടിമിന്നലും മഴയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ റെയിൻകോട്ടോ പിന്നെ കുടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതണമെന്നൊക്കെ ഇന്നത്തെ വെതർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ അതൊന്നുമില്ല. നോക്കാം, അപ്പോൾ ഇവിടെ എത്തിയിട്ട് എന്താകുമെന്ന് നമുക്കറിയില്ല, നോക്കാം. കേരളം എങ്ങനെയാണ് ഗോഡ്സ് ഓൺ കൺട്രിയാ എന്ന് മനസ്സിലായില്ലേ ഗൈസ്. ഞങ്ങൾ ഭയന്ന പോലെ മഴയൊന്നും ഞങ്ങളെ ചതിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വിസിബിലിറ്റിയും ഫോഗും ഒക്കെ കൂടിയിട്ട് അതിമനോഹരമായിരുന്നു അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നത്.
സോ ഗൈസ്, നമ്മളപ്പോൾ ലൊക്കേഷൻ അറൈവ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് 3 രീതിക്കുള്ള വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് നമുക്ക് കാണാനായിട്ട്. 3 തരത്തിലുള്ളതാണ്. ഒന്ന് ആ കാണുന്ന ഹൈ റേഞ്ച് രീതിക്കുള്ളത്, മറ്റൊന്ന് ഇവിടുന്ന് ലെഫ്റ്റിൽ കാണുന്ന പാറക്കെട്ടിലൂടെയുള്ളത്, പിന്നെ ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ട്രീറ്റ് വ്യൂ പോയിൻറ്റ്. കമോൺ ഗൈസ്, നമുക്കൊന്ന് ചെന്ന് കണ്ടാലോ. ഈ സ്മോക്കി റേറി ക്ലൈമറ്റ് നമുക്ക് റേറാണ് ഗൈസ് കാണാൻ, അത് ആസ്വദിക്കാനും കഴിയുന്നത്. ഇത് ബിയോണ്ടാണ്, ഇത് ബിയോണ്ട്. ഫ്രഷ് എയറൊക്കെ കൂടിയിട്ട് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളൊക്കെ മസ്റ്റ് ആവും വിസിറ്റ് പ്ലേസാണ്, മസ്റ്റ് ആവും. എന്നാലും ഞങ്ങൾ മുകളിലോട്ട് കയറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മഴ സാരം വയ്ക്കുന്നില്ല, ഞങ്ങൾ മുകളിലോട്ട് പോവാണ്. ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മുകളിലോട്ട് കയറിയപ്പോഴത്തേക്കും ഒരു ഡ്രിസിൽ ടൈപ്പിലുള്ള ഒരു റെയിന് കാണാനുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ആ സ്കൈയുടെ കുറച്ചും കൂടെ നിയറായിട്ടല്ല നിൽക്കുന്നത്, കുറച്ചും കൂടെ അടുത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്കുള്ള തണുപ്പും ആ ഒരു ഫോഗ് മാതിരി തന്നെ, അതായത് സ്നോഫോൾ പോലെ ചെറിയ രീതിക്ക് നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു, അതിമനോഹരമായിരുന്നു. ഏകദേശം ഒരു 12:30 ആയിരിക്കും ഞങ്ങൾ അവിടുന്ന് തിരിച്ചത്. കറക്റ്റായിട്ട് നോക്കുമ്പോൾ ഒരു 3:30 ആയപ്പോഴേക്കും ഞങ്ങൾ ലൊക്കേഷൻ റീച്ച് ആയിട്ടുണ്ട്. ശേഷം ഞങ്ങളൊരു 6 മണി വരേക്കും അവിടെ നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു. യൂഷ്വലി ഒരു 5 o'clock ആകുമ്പോഴേക്കും അവിടുന്ന് സാധാരണ ആൾക്കാർ പറഞ്ഞു വിടുകയാണ് പതിവ്. പക്ഷെ അന്ന് യാതൊരു തരത്തിലുള്ള അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നു. അത് അങ്ങനെ ഞങ്ങൾക്ക് വളരെ നല്ല രീതിക്ക് തന്നെ റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ഒട്ടും തന്നെ മനസ്സുണ്ടായിരുന്നില്ല, എങ്കിലും പോയല്ലേ പറ്റൂ. പോവാൻ മനസ്സില്ലാതെ മനസ്സോടുകൂടെ തിരിച്ചു പോവുകയാണ് ഗൈസ്. സോ ബാക്ക് ടു ഹോം. തിരികെ കാറിൽ കയറിയപ്പോഴാണ് ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. പിന്നെ ഞങ്ങളുടെ ഫോണിൻ്റെ ചാർജും തീർന്നു, ഓഫായിട്ടുണ്ടായിരുന്നു. വരാൻ നേരത്തെ ക്ലൈമറ്റ് കുറച്ചുകൂടി ഇൻവിസിബിളായിരുന്നു.
അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾക്കൊപ്പം ഒരുപാട് ഗ്രൂപ്പും തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവർക്കൊപ്പം ലൊക്കേഷൻ ആക്കി ചെയ്ത് പോന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.